സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിൻ്റെ മെയിൻസ് എക്സാമിനേഷൻ ഈ സെപ്റ്റംബർ 2024 നടക്കാൻ പോവാണ്. സോ ആസ് വി നോ 45 മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. ഓക്കെ, ഈ 45 മാർക്കിൽ 10 മാർക്ക് സൈക്കോളജിക്കാണ്. 10 മാർക്ക് സൈക്കോളജിക്കാണ്. നമ്മൾ സൈക്കോളജി പഠിക്കുന്ന സമയത്ത് നമ്മളിവിടെ PhD എടുക്കാനും അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുക്കാനോ തീസിസ് എഴുതാനോ ഒന്നുമല്ല. നമ്മൾ മിനിമം എഫേർട്ട് ഇട്ട് മാക്സിമം മാർക്ക് ഫെച്ച് ചെയ്യാനുള്ള രീതിയിലായിരിക്കും നമ്മളെ പഠിത്തം ഉണ്ടാവുന്നത്. ഓക്കെ, വി ഹാവ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 6-7 മാർക്സ് ഔട്ട് ഓഫ് 10. എന്നാൽ മാത്രമേ നമ്മൾ ഈ കോമ്പറ്റീഷനിൽ ടോപ്പ് 50-ലും ടോപ്പ് 100-ലൊക്കെ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ആൻഡ് കഴിഞ്ഞ തവണ എനിക്ക് ഈ സൈക്കോളജിയിൽ നിന്ന് 6 മാർക്കോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. 6, അതായത് ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. അതേപോലെ തന്നെ ബാക്കി 9-ൽ 6 മാർക്കോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എങ്ങനെയാണ് പഠിച്ചത്, ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇന്നത്തെ ക്ലാസ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ വെൽക്കം ടു ദ ക്ലാസ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് വൺ, അപ്രോച്ചസ് ടു ഹ്യൂമൻ ബിഹേവിയർ. ഓക്കെ, നമ്മൾ സൈക്കോളജി എന്താണ്, അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ പറയും. അതേപോലെ തന്നെ 4 ഡിഫറെൻറ്റ് സ്കൂൾസ്: സൈക്കോ അനലിറ്റിക്, ബിഹേവിയറിസ്റ്റിക്, ഹ്യൂമനിസ്റ്റിക് ആൻഡ് സാൾട്ട്. ഈ 4 സ്കൂളിനെ കുറിച്ച് നമ്മൾ ഇന്ന് ബേസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫർദർ. ഇതാണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞ തവണത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെ ബേസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആഴത്തിലുള്ള ക്വസ്റ്റ്യനും PSC ചോദിക്കുന്നുണ്ട്. എല്ലാം വളരെ എളുപ്പമാണെന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ പറയില്ല. ഹവെവർ ഈസി ആയിട്ട് നമുക്ക് ഒരു 6 മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് PSC കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നോക്കൂ, ഈ 72nd ക്വസ്റ്റ്യൻ ഇറ്റ്സ് വെരി ഈസി. ഇന്നത്തെ ക്ലാസ് നിങ്ങൾ പൂർണ്ണമായി കേട്ട് കഴിഞ്ഞാൽ 72ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഇന്നത്തെ ക്ലാസ്സിൽ 1 മാർക്ക് ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു പോർഷനിൽ നിന്ന് PSC എന്തായാലും ചോദിക്കും. ഓക്കെ, സോ ഞാൻ ഈ ക്വസ്റ്റ്യൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റെഫർ ഇറ്റ്. എങ്ങനെയാണ് PSC ഏത് ആഴത്തിലാണ് ചോദിക്കുന്നതെന്നൊക്കെ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ യു ക്യാൻ ജസ്റ്റ് ലുക്ക് ഹിയർ. ഈ 79th ക്വസ്റ്റ്യൻ ഒക്കെ ഈസിലി സോൾവബിൾ ആണ്. 78, 77, 80. ഓക്കെ, ഇതൊക്കെ ഈസിലി സോൾവബിൾ ആണ്. സോ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ടേക്ക് കിടക്കാം. സോ ഈ PDF ഞാൻ എൻ്റെ ഗ്രൂപ്പിൽ UPSC KS 2024 നിങ്ങൾ ടെലിഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാൽ 400 മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ PDF അവിടെ ഇട്ടേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ ക്ലാസ്. സോ എന്താണ് സൈക്കോളജി? സൈക്കോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻസ് ഒരുപാട് വൈഡായിട്ടാണുള്ളത്. ഓക്കെ, ഒരുപാട് ഡെഫിനിഷൻസ് നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. സോ നമുക്കിവിടെ ഉള്ളത് ജസ്റ്റ് ഒരു ഡെഫിനിഷൻ മനസ്സിലാക്കി വെക്കുക. സോ സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡിയാണ്. ഓക്കെ, ഒരു സബ്ജക്റ്റ് സയൻസ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ എംപെറിക്കൽ ഡാറ്റ. അവിടെ ഫാക്റ്റ് ആൻഡ് ഡാറ്റാസ് വേണം, അല്ലേ? സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഫിഗേഴ്സ് വേണം, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ഉണ്ടാവണം, എല്ലാം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ സയൻസ് ആവുള്ളൂ. സോ സൈക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ടു ദ ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ഓഫ് ദി ഹ്യൂമൻ ബീങ്സ്. അല്ലേ, മനുഷ്യരിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ നമ്മൾ ഈ ഒരു സബ്ജക്റ്റ്, സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് യൂസ് ചെയ്യും, അല്ലേ? സോ അതിനു വേണ്ടിയാണ് നമ്മൾ സയൻറ്റിഫിക് സ്റ്റഡി സൈക്കോളജി. ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക, ബൈ ഹേർട്ട് ഒന്നും പഠിക്കേണ്ട കാര്യമില്ല, സൈക്കോളജി ഓർത്തിരിക്കുക. പിന്നെ സം ബേസിക് തിങ്സ്. സൈക്കോളജി ഗ്രീക്കിൽ നിന്നാണ് ആ വേർഡ് വരുന്നത്. സൈക്ക് എന്ന് പറഞ്ഞാൽ സോളും ലോഗോസ് എന്ന് പറഞ്ഞാൽ നോളജുമാണ്. സോ പണ്ട് കാലങ്ങളിൽ സൈക്കോളജി ഫിലോസഫിയും ഒരൊറ്റ സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് സ്കോളേഴ്സ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഒരു 140 വർഷങ്ങൾക്ക് മുമ്പാണ് സൈക്കോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് സബ്ജക്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അതായത് ഫിലോസഫിയിൽ നിന്നാണ് സൈക്കോളജി വേർതിരിഞ്ഞ് വരുന്നത്. അതുവരെ ഫിലോസഫി വാസ് പാർട്ട് ഓഫ്, അല്ലേ, സൈക്കോളജി വാസ് പാർട്ട് ഓഫ് ഫിലോസഫി. മനസ്സിലായല്ലോ? ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്കോളജി ഈസ് എ സയൻസ് because it systematically tries to gather data, carefully observing, recording events, behavior of humans and animal under controlled experimental conditions. So this is the base. ഇത്രയും അറിഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ, ഇതിൽ കൂടുതലൊന്നും നിങ്ങൾ അറിയണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ഉദ്ദേശം PhD എടുക്കാനൊന്നുമല്ല. വി ഹാവ് ടു ഗെറ്റ് മാർക്സ്, അല്ലേ? 6 മാർക്ക് 7 മാർക്ക് കിട്ടണം. സോ ലെറ്റ്സ് മൂവ് ഫർദർ. ആർ ദ മെയിൻ സ്കൂൾസ് ഓഫ് തോട്ട്.
നമുക്കറിയാം ഒരു സബ്ജക്റ്റിനെ പല രീതിയിൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരുണ്ടാവും അല്ലേ, ഒരുപാട് ഫൗണ്ടിങ് ഫാദേഴ്സ് ഉണ്ടാവും, ഓരോരോ തിയറി കണ്ടുപിടിക്കുന്നുണ്ടാവും അല്ലേ. അങ്ങനെ കുറച്ച് പേര് കൂടിയിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് പറയും. ഇതൊക്കെ എല്ലാ സബ്ജക്റ്റിലും ഉള്ള കാര്യമാണ്. സോ ഈ സ്കൂൾസ് ഓഫ് തോട്ട് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഡിസിപ്ലിൻ. ഒബ്വിയസ്ലി ദിസ് അപ്രോച്ചസ് ബിഗിൻ ഫ്രം ദ ട്രഡീഷണൽ ടു മോഡേൺ, ഫോക്കസിങ് ഡിഫറെൻറ്റ് ബിഹേവിയർ കണ്ടക്ടിങ് റിസർച്ച്. യെസ്, ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക്കലി ചെയ്തിട്ടാണ് ഇപ്പം കാണുന്ന എന്താ പറയുക ഈ സബ്ജക്റ്റ് സൈക്കോളജിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ട്രഡീഷണൽ ഓൾഡ് വേ ഓഫ് അപ്രോച്ചിൽ നിന്ന് ന്യൂ വേ ഓഫ് അപ്രോച്ചിലേക്ക് എത്തി. സോ നമുക്ക് ഫസ്റ്റ് സ്കൂൾ ഓഫ് തോട്ടിലേക്ക് പോവാം. സോ അതിനു മുമ്പ് ഈ സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം, ഇത് മൂന്നുമാണ് ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ ഓൾഡ് ട്രഡീഷൻ ഓഫ് സ്കൂൾ ഓഫ് സൈക്കോളജി. മനസ്സിലായോ? സ്ട്രക്ചറിസവും ഫങ്ഷണലിസവും ബിഹേവിയറിസവും. അതിനുശേഷം വരുന്നതൊക്കെ എന്താ പറയുക മോഡേൺ വേ ഓഫ് തിങ്കിങ് ആണ്. സോ ഏറ്റവും ഓൾഡസ്റ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ സ്കൂൾസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിസവും ഫങ്ഷണലിസവും ബിഹേവിയറിസവും ആണ്. ഈ സ്ട്രക്ചറിസവും ഫങ്ഷണലിസവും നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടില്ല, എന്നാലും ഇതാണ് PSC ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്ട്രക്ചറിസം ഫങ്ഷണലിസം ഒക്കെ. സോ ലെറ്റ്സ് സ്റ്റഡി വാട്ട് ഈസ് സ്ട്രക്ചറലിസം. എന്താണ് സ്ട്രക്ചറലിസം? ഓക്കെ, ദ മെയിൻ ഫോക്കസ് ഈസ് ഓൺ അനലൈസിങ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഹ്യൂമൻ മൈൻഡ്. ഇവിടെ നമ്മൾ ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഹ്യൂമൻ മൈൻഡിനെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ സ്ട്രക്ചറിസം എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? വില്യം വോണ്ട് ആൻഡ് എഡ്വേർഡ് ടിച്ച്നർ. ഓക്കെ, ദേ ബിലീവ്ഡ് ദാറ്റ് കോൺഷ്യസ്നെസ്, ബോധമുള്ള കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധമനസ്സ് അല്ലേ, ബോധമനസ്സ്. കോൺഷ്യസ്നെസ്സും അൺകോൺഷ്യസ്നെസ്സും സബ് കോൺഷ്യസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടേംസ് വരുന്നുണ്ട്, അതൊക്കെ നമുക്ക് പഠിക്കാം. ദിസ് ഈസ് ജസ്റ്റ് ആൻ ഇൻട്രൊഡക്ഷൻ ക്ലാസ്. സോ അൺകോൺഷ്യസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കതിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും, തോട്ട്സ് ആയിട്ടും ഇമോഷൻസ് ആയിട്ടും എക്സ്പീരിയൻസസ് ആയിട്ടും ഒക്കെ. ഓക്കെ, സോ അതിനെയൊക്കെ എന്താ പറയുക ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പഠിക്കുന്നതാണ് ഈ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ് മൈൻഡ്, അതാണ് സ്ട്രക്ചറലിസം. This process to examine measures one's subjective experience. Objective is known as objective introspection. വേറൊരു കീവേഡ്, ഒബ്ജക്റ്റീവ് ഇൻട്രോസ്പെക്ഷൻ ഏത് സ്കൂളിനുമായി റിലേറ്റഡ് ആണെന്ന് ചോദിക്കുന്ന സമയത്ത് അത് സ്ട്രക്ചറലിസം ആണ്. ഓക്കെ, ഇറ്റ് വാസ് വെരി സ്ട്രോങ്. അതെ, ഇതൊരു പഴയ ഓൾഡ് വേ ഓഫ് സ്കൂളാണ്. പക്ഷേ 1990 തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ സ്ട്രക്ചറലിസം വളരെ വീക്കായി വരുന്നു. മനസ്സിലായോ? ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അടുത്ത രണ്ടാമത്തത് ഫങ്ഷണലിസം. ഓക്കെ, ഫങ്ഷണലിസം വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ സെക്കൻഡ് സ്കൂളാണ്, ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിൻ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ചോദിക്കാം എക്സാമിന് അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂൾ വാസ് ലാർജ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിൻസ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫങ്ഷണലിസം, തെറ്റരുത്. ആൻഡ് നാച്ചുറൽ സെലക്ഷൻ, യെസ്. ഫങ്ഷനിങ് ഓഫ് മൈൻഡ് ആൻഡ് ബിഹേവിയർ, ലേണിംഗ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ് ആൻഡ് മോട്ടിവേഷൻ, ഇതൊക്കെയാണ് ഫങ്ഷണലിസം പഠിക്കാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക്. ഇവിടെയും കോൺഷ്യസ്നെസ് തന്നെയാണ്. മനസ്സിലായേ? ബോധമനസ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും. മനസ്സിലായോ? ജോൺ ഡിവിയാണ് ഇത് ഡെവലപ്പ് ചെയ്തത്, ഫോക്കസിങ് ഓൺ വാട്ട് മൈൻഡ് ആൻഡ് ബിഹേവിയർ ഡു വെൻ ദേ എനേബിൾ എ പേഴ്സൺ ടു അഡാപ്റ്റ് എ ന്യൂ ആൻഡ് കോംപ്ലക്സ് സിറ്റുവേഷൻ. അല്ലേ, എങ്ങനെയാണ് മൈൻഡും നമ്മുടെ ബിഹേവിയറും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻ കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ സിറ്റുവേഷൻ കിട്ടുമ്പോൾ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫങ്ഷണലിസം. ഓർത്തിരിക്കുക, സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും ബോധമനസ്സ് കോൺഷ്യസ് മൈൻഡാണ്. ഓക്കെ, നമുക്ക് അടുത്ത സ്കൂളിലേക്ക് പോവാം. റിസൾട്ടിലേക്കല്ല, അടുത്ത അടുത്ത ബിഹേവിയറിസം നോക്കാം. അതിലേക്ക് വരാം കേട്ടോ, ഇതിലേക്ക് വരാം. ബിഹേവിയറിസം കണ്ടുപിടിച്ചത് ജോൺ ബി വാട്സണും ബർഹസ് ഫെഡറിക് സ്കിന്നറുമാണ്. ഓക്കെ, ഫൗണ്ടിങ് ഫാദേഴ്സിനെ മേ ബി മാച്ച് ദ ഫോളോയിങ് ആയി ചോദിക്കാം അല്ലേ. സോ ഈ ബിഹേവിയറിസത്തിൽ ജോൺ ബി വാട്സണും സ്കിന്നറും പറയാണ് മൈൻഡിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്. സ്ട്രക്ചറലിസവും ഫങ്ഷണലിസവും മൈൻഡിനെ കുറിച്ച് പഠിക്കണം എന്നാണ് പറയുന്നത് അല്ലേ, കോൺഷ്യസ് ആയിട്ടുള്ളത്. ഇവിടെ പറയുന്നത് മൈൻഡിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്. വി ഹാവ് ടു ലേൺ ദി ഒബ്സർവബിൾ ഫാക്ട് ബിഹേവിയർ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ ഡിഫറൻസസ്? മൈൻഡ് എന്ന് പറഞ്ഞ ഒരു രീതി അവർ ഡിസ്റിഗാർഡ് ചെയ്തു. എന്നിട്ട് അവർ പറയാണ് വി ഷുഡ് ലേൺ ഓൺലി ദി ഒബ്സർവബിൾ ഫോംസ് ഓഫ് ബിഹേവിയർ.
ഓക്കെ, ദേ ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് വാട്ട് ആക്ടിവിറ്റീസ് അതെ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കണം. അയാളുടെ മൈൻഡിനെയോ അല്ലെങ്കിൽ അയാളുടെ തോട്ടിനെയോ അല്ലെങ്കിൽ അയാളുടെ പിന്നെ ഇമോഷൻസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്. വി ഹാവ് ടു ലേൺ ദെയർ ബിഹേവിയർ ഓൺലി. സോ അടുത്ത സ്കൂളാണ് ബിഹേവിയറിസം. സോ ലെറ്റ്സ് മൂവ് അടുത്ത സ്കൂളിലേക്ക് പോവാം. ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, സൈക്കോ അനാലിസിസ്. ഒരുപാട് സിനിമയിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു സ്കൂളാണ്. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ സിഗ്മണ്ട് ഫ്രോഡ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിന് ഫ്രോഡിയൻ തിയറി, ഫ്രോഡിയൻ അനാലിസിസം എന്നൊക്കെ പറയും. സോ സിഗ്മണ്ട് ഫ്രോഡാണ് ഇത് കണ്ടുപിടിച്ചത്. ഹീ പ്രൊപ്പോസ്ഡ് ദാറ്റ് അൺകോൺഷ്യസ് മോട്ടിവേഷൻ, കീവേഡ് വന്നുകൊണ്ടോ, സിഗ്മണ്ട് ഫ്രോഡ് പറയാണ് ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് അൺകോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ്. അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബോധമില്ലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ പഠിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതിന് അബോധ മനസ്സെന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ അബോധ മനസ്സാണ് ഒരു മനുഷ്യൻ്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പ്ലേസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ നെർവസ് ഡിസോർഡർ. ഓക്കെ, അതായത് ഒരു മനുഷ്യൻ്റെ അബോധാവസ്ഥയിലായിരിക്കും അയാളെ പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് സിഗ്മണ്ട് ഫ്രോഡ് പറയുന്നത്. സോ ഫ്രോഡ് ഓൾസോ സെഡ് ദാറ്റ് early childhood experience in personality development is also very important. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസും ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ ആൻഡ് പറയാണ് ദ ഫോക്കസ് ഈസ് ഓൺ ദ റോൾ അൺകോൺഷ്യസ് തോട്ട് അല്ലേ, അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറീസ് ഫീലിങ്സ് ഒക്കെയാണ് നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ സിനിമയിലൊക്കെ, ദിസ് അൺകോൺഷ്യസ് തോട്ട് ആൻഡ് മെമ്മറീസ് വെർ റിവീൽഡ് ത്രൂ ഫ്രീ ടോക്ക് ആൻഡ് ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ ഇൻ എ പ്രോസസ് കോൾഡ് സൈക്കോ അനാലിസിസ്. നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കിടന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനനുസരിച്ച് ബോധമില്ലാണ്ട് നമ്മളത് സത്യമായിട്ടുള്ള ആൻസേഴ്സ് ഒക്കെ പറയും അല്ലേ, ആ ഒരു തിയറിയാണിത്. അത് കണ്ടുപിടിച്ചത് സിഗ്മണ്ട് ഫ്രോഡാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഫർദർ. അടുത്ത ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്, അടുത്തൊരു സ്കൂളാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ്. സോ യെസ്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഇതിനെ നമ്മൾ തേർഡ് ഫോഴ്സ് എന്നും സൈക്കോളജിയിൽ പറയും. സോ ചോദിക്കാം, PSC ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്കൂൾ ഈസ് കോൾഡ് ആസ് തേർഡ് ഫോഴ്സ്. ഓക്കെ, തേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. ആൻഡ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഈ ബിഹേവിയറിസവും അതേപോലെ തന്നെ സൈക്കോ അനാലിസിസിനെയും ക്രിറ്റിസൈസ് ചെയ്തു. ഇങ്ങനെയൊന്നുമല്ല നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പഠിക്കേണ്ടത്, ആ വ്യക്തിയെക്കുറിച്ചുള്ള ഡെവലപ്മെൻറ്റ് അങ്ങനെയൊന്നുമല്ല പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. സോ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ക്രിറ്റിസൈസ്ഡ് ബിഹേവിയറൽ ആൻഡ് സൈക്കോ അനാലിസിസ് സ്കൂൾ. അതിൻ്റെ രണ്ടിനെയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ദേ ഫോക്കസ്ഡ് ഓൺ ദ പീപ്പിൾസ് എബിലിറ്റി ടു ഡയറക്റ്റ് ദെയർ ലൈഫ്സ്. ദ ഫീച്ചേഴ്സ് ആർ വെൽ ഫ്രീഡം ടു ചൂസ് വൺ ഡെസ്റ്റിനി സ്ട്രൈവ് ആൻഡ് ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്ത് അയാളുടെ കഴിവിനെ, അയാളുടെ പൊട്ടൻഷ്യലെക്കുറിച്ച് നമ്മൾ പഠിക്കണം. എല്ലാ വ്യക്തികൾക്കും വ്യത്യസ്തമായിരിക്കും, അതിനനുസരിച്ചാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ചുമ്മാ എല്ലാം ഒരേപോലെ പഠിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. കണ്ടുപിടിച്ചത് അബ്രഹാം മാസ്ലോ, കാൾ റോഗസ് ആണ്. അബ്രഹാം മാസ്ലോയുടെ തിയറി നിങ്ങൾക്കറിയാമല്ലോ അല്ലേ, സെൽഫ് എസ്റ്റീം, സൈക്കോളജിക്കൽ നീഡ്സ്, ആ റിലേറ്റഡ് ആയിട്ടുള്ളൊരു തിയറിയാണ് ഇവിടെ. അത് കൂടുതൽ നമ്മൾ ഇത് ഇൻഡിവിജ്വലായിട്ട് എടുത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ എന്താ പറയുന്നത്, അതെ ഈ പറഞ്ഞ സെൽഫ് ആക്ച്വലൈസേഷനും അതേപോലെ തന്നെ ഫ്രീ വില്ലുമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ദെയർ ഓൺ പൊട്ടൻഷ്യൽ. ഓരോ വ്യക്തികളുടെയും പൊട്ടൻഷ്യൽ കണ്ടെത്തി നമ്മൾ പഠിക്കണമെന്നാണ് ഈ പറഞ്ഞ ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ജിസ്റ്റാൾട്ട് സൈക്കോളജി. ഓക്കെ, സോ ഈ ഒരു സൈക്കോളജി, ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഇത് ഫങ്ഷണലിസത്തിനെയും ബിഹേവിയറിസത്തിനെയും ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ വരുന്നത്. കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇത് ഫൗണ്ട് ചെയ്തത് മാക്സ് വെർത്തിമ്യൂർ, കുർട്ട് കൊഫ്ക ആൻഡ് വോൾഫ്ഗാങ് കൊഹ്ലറാണ്. ഓക്കെ, they emphasized upon the whole notion of sensory experience, connecting the sensation to relation as a whole. ഈ ഒരു തിയറി എന്ന് പറയുന്നത് is a school of thought that looks at the human mind and behavior as a whole. ഓക്കെ, നമ്മൾ എന്താ പറയുക, while trying to make sense of the world around us, we സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാതെ we have to look as a whole of sensory experience.
എന്നാണ് ജിസാൽ സൈക്കോളജിയിൽ പറയുന്നത്. ഇത് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്, ഇത് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. ഇത് കൂടുതൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് എടുത്ത് പറയുന്ന സമയത്ത് ഇറ്റ് വിൽ മോർ ഈസി. സോ ഇതാണ് ഡിഫറെൻറ്റ് സ്കൂൾസ് ഓഫ് തോട്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായല്ലോ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ഓൾ കൺക്ലൂഷൻ. സോ നമ്മൾ ഇത്രയും നേരം പഠിച്ചെന്താണ്? സൈക്കോളജി വ്യൂസ് ഹ്യൂമൻ ബിഹേവിയർ ഫ്രം വേരിയസ് പെർസ്പെക്റ്റീവ് അല്ലേ, ട്രഡീഷൻ ടു മോഡേൺ നമ്മൾ പഠിച്ചു അല്ലേ. ആദ്യം നമ്മൾ സ്ട്രക്ചർ ലിസ്റ്റ് പഠിച്ചു. സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നസ്, ബോധമുള്ള മനസ്സിനെ പഠിക്കുന്നത്. ഫങ്ഷൻസ് ഓഫ് മൈൻഡ്, ഫങ്ഷണലിസ്റ്റ് അല്ലേ. ഫങ്ഷൻസ് ഓഫ് മൈൻഡ്, മൈൻഡിനെ കുറിച്ച് പഠിക്കുന്ന ഫങ്ഷൻസ്, മൈൻഡിൻ്റെയും ബിഹേവിയറിൻ്റെയും ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്ന ഫങ്ഷണലിസ്റ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് ഓർഗനൈസേഷൻ, ജിസാൽട്ട്. അതേപോലെ തന്നെ ഒബ്സർവബിൾ പൊട്ടൻഷ്യൽ ബിഹേവിയറിസം പഠിച്ചു അല്ലേ. പിന്നെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടിവേഷൻ, സൈക്കോ അനാലിസിസ്, ബിഹേവിയർ. പിന്നെ കുറച്ച് സ്കൂൾസ് ഉണ്ട്. സോഷ്യോ കൾച്ചറൽ, അത് കൾച്ചറലും സോഷ്യൽ നോംസിനെ കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോ കൾച്ചറൽ. ആൻഡ് ബയോളജിക്കൽ സ്കൂളുണ്ട്, അതേപോലെ തന്നെ കൊഗ്നിറ്റീവ് സ്കൂളുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു ചെറിയൊരു പോർഷനാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും അവസാനം ഞാൻ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ റൈറ്റ്. നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു സ്മോൾ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടാബിൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡെഫിനറ്റ്ലി ഒരു ക്വസ്റ്റ്യൻ PSC സബ് ഇൻസ്പെക്ടറിൻ്റെ മെയിൻസ് എക്സാമിനേഷന് ഈ ഒരു പോർഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മൾ ഇത്രയും പറഞ്ഞതിൻ്റെ ഒരു ക്രെക്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? ഐ തിങ്ക് ഇറ്റ് ഈസ് ഈസി. നിങ്ങൾക്ക് ഞാൻ പറയാത്തത് ഇവല്യൂഷണറി സിമ്പിളാണ്. എവല്യൂഷണറി തിങ്ങുമായിട്ട് ബയോളജിക്കൽ, സോഷ്യോ കൾച്ചറൽ ആൻഡ് കോഗ്നിറ്റീവ് നമുക്ക് പഠിക്കാനുണ്ട്, അത് കൂടുതൽ പറയാം. ബാക്കിയൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, സോ PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ എങ്ങനെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം, എവിടെ നിന്നൊക്കെ PSC ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കണം. സോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ 72nd ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. ദ ഏർലി സ്കൂൾസ് ഓഫ് തോട്ട്. ഏർലി സ്കൂൾസ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. റെസ്പെക്റ്റീവ്ലി ദാറ്റ് സൈക്കോളജി ഷുഡ് സ്റ്റഡി ദ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നസ്, സ്ട്രക്ചറലിസം, ഫങ്ഷൻസ് ഓഫ് കോൺഷ്യസ്നസ്, ഫങ്ഷണലിസം, ഒബ്സർവബിൾ ഫാക്ട്. സ്ട്രക്ചറലിസം, ഫങ്ഷണലിസം, ബിഹേവിയറിസം. സി ഈസ് ദ ആൻസർ അല്ലേ. എന്ത് സിമ്പിളാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈസിലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അവർ ക്ലാസ്, ഫസ്റ്റ് ക്ലാസ്. PDF ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ താഴെ കമൻ്റായി പറയുക. ആൻഡ് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും പറയുക. ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ സൈക്കോ അനാലിസിസിനെ കുറിച്ച് പഠിക്കാം. അതിൻ്റെ ഡെപ്തായിട്ട് വരുന്ന തിയറീസും കാര്യങ്ങളൊക്കെ പഠിക്കാം. സോ ദിസ് ഈസ് ദി ഇൻട്രൊഡക്ഷൻ ക്ലാസ്. ഓക്കെ, താങ്ക് യു.